ഈ തിരുവല്ലയിലേ നമ്മുടെ മാമമ്മത്തായി MLA ശേഷം ഇതുവരെ നല്ലൊരു MLA നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല. പുള്ളി അവിടെ കൊണ്ടുവന്ന കുറേ വികസനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. അതിനുള്ള ആംബിയറുള്ള മനുഷ്യനായിരുന്നു. അതിന് ശേഷം വന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അവരുടെ വള്ള വീർപ്പിക്കണം, കുറേ സ്വജനപക്ഷപാതം കാണിക്കണം, കുറേ ഗുണ്ടായുസത്തിന് കൂട്ടിയിരിക്കുന്നു, ഇതൊക്കെയുള്ള അവിടെ നടന്നേക്കുന്നത്. തിരുവല്ലയിൽ വികസനം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ വികസനമുള്ളത്? അവിടെ കുറേ ഷോറൂമുകൾ വന്നു. അതൊക്കെ ഓരോരുത്തർ അവരുടെ കാശ് മുടക്കി ഓരോ ഷോറൂമുകൾ കൊണ്ടുവന്നു. ഇപ്പം എന്തോ അവിടെ വഴിയില്ല. അങ്ങനെ ഒരു ബൈപ്പാസ് എന്നും പറഞ്ഞൊരു സാധനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനൊരു ഉപകാരമില്ല. അതിനും വേഗം നമ്മൾ ആ ടൗണിൽ കൂടെ പോകുന്നത് തന്നെയാണ് നല്ലത്. ഇങ്ങനെയാണോ ബൈപ്പാസിൻ്റെ പ്ലാനിങ് ഒക്കെ? അപ്പോൾ അതൊന്നും അവകാശപ്പെടാനൊന്നും ആർക്കും യോഗ്യതയൊന്നുമില്ലത്. പിന്നെ ഈ മാത്യു തോമസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ കണ്ടിട്ടൊന്നുമില്ല. പുള്ളി നേരത്തെയൊക്കെ തിരുവല്ല ടൗണിൽ കൂടെ ഒരു കുട്ടി നിൽക്കൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ രാവിലെ പുള്ളി എനിക്ക് ബാഡ്മിൻ്റൺ കളിക്കാനൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴേ പുള്ളിയെ കാണുന്നത്. പുള്ളിക്കൊന്നും ഒന്നാമത് ഒരു പാർട്ടി നേതൃത്വമൊന്നും ഇല്ലല്ലോ, ചോദിക്കാനും പറയാനൊന്നും ഇല്ലല്ലോ. കാരണം അവരുടെ ദേശീയ തലത്തിൽ ഒരു വഴിക്ക്, സംസ്ഥാന തലത്തിൽ കുറച്ചെണ്ണം വേറൊരു വഴിക്ക്, പിന്നെ തിരുവല്ലായി വേറൊരു വഴിക്ക്, ഓരോ ഡിസ്ട്രിക്റ്റ് അനുസരിച്ച് അവരുടെ പാർട്ടിയുടെ പ്രവർത്തനമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ ഇനി അവിടെ ജയിച്ച് എന്താ കാണിക്കാൻ? എനിക്ക് ഇത്രയും വർഷമായിട്ട് പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്ത് കാണിക്കാനാ? ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പം ചിലപ്പോൾ എനിക്ക് ഒന്ന് കോൺഗ്രസ് ഇനി ഭരണത്തിൽ അത് വന്നു കഴിഞ്ഞാലും ഈ പുള്ളിയൊക്കെ ഇനി അവിടെ ജയിച്ചിട്ട് എന്നാ കാണിക്കാനാ? അവരുടെ ഭരണം ഉണ്ടായ സമയത്തൊന്നും കാണിക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ എന്താ കാണിക്കാനാ? അതുകൊണ്ട് പുള്ളി വേണമെന്നുള്ള ഇല്ലോ എന്നുള്ളത് തിരുവല്ലക്കാർ ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് വോട്ട് ചെയ്യുക. ഈ പ്രാവശ്യം വികസനം വേണം. ഇല്ലാതെ അവിടെ കുറേ ഷോപ്പിംഗ് മാൾ വന്നിട്ടുണ്ട്, അല്ലാതെ തിരുവല്ലയിൽ എന്ത് വികസനം വന്നേക്കുന്നത്? ആ ഷോപ്പിംഗ് മാളൊക്കെ ഓരോരുത്തർ ആലുക്കാസ്, അവരും ജയലക്ഷ്മിയൊക്കെ അവരുടെ കാശ് മുടക്കി ഉണ്ടാക്കിയ, അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനുണ്ടാക്കിയൊന്നുമില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെയൊക്കെ പാർക്കിങ്ങിന് എന്ത് പാടാണെന്നറിയോ? ജയലക്ഷ്മിയിലൊക്കെ ഒന്ന് കയറണമെങ്കിൽ പാർക്കിങ്ങിന് അവിടെ ഇവിടെ കൊണ്ടിട്ടിട്ട് നടന്ന് വീഴ്ച നോക്കിയാൽ വരണ്ടേ. അപ്പം വികസനമൊക്കെ വരണം. വികസനം വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കിയിട്ട് റോഡിന് വീതിയില്ല. ഇനി അവിടെ വീതി കൂട്ടാനാ? ഇനി വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ മൊത്തം എടുത്ത് കളയേണ്ടി വരും. ആരും സമ്മതിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതവിടെ എല്ലാവരും തന്നെ ഞാൻ ഉണ്ടാക്കേണ്ടത്. അത് ഉണ്ടാക്കേണ്ട രീതിയിലൊക്കെ ഉണ്ടാക്കി കാശുണ്ടാക്കാൻ പറ്റും. ആണുങ്ങൾ ആയിരുന്നെങ്കിൽ അത് നല്ല കാശുണ്ടാക്കാൻ പറ്റിയൊരു ഇതായിരുന്നു. അതുകൊണ്ട് ആലോചിച്ച് വോട്ട് ചെയ്യുക മാത്യു തോമസ് ജയിക്കണമെന്നൊക്കെ ഉള്ളത്. മറ്റേ പുള്ളിയെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല. പിന്നെ അനൂപ് ആൻ്റണി പുതിയ ചെറുക്കനാണ്, എനിക്ക് തോന്നുന്ന ഒരു പ്രതീക്ഷയുള്ളൊരു സ്ഥാനാർത്ഥി തന്നെയാണത്. പിന്നെ ഓരോരുത്തർ ഇഷ്ടം പറ്റും. ഇനി മാത്യു തോമസിനെ വോട്ട് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യുക. പുള്ളി ഇത്രയും വർഷം ചെയ്തിട്ട് എന്തുണ്ടാക്കി എന്നുള്ളത് ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യുക.